നമസ്തേ. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ഇത് സൂര്യനാസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം. ഇവിടെ നിങ്ങൾ ഇന്ത്യൻ പാർട്ടികൾ വെറും അടിമകൾ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന എല്ലാ ഇന്ത്യൻസിനും ഇവന്റെ മരണം ഒരു പാഠമാകട്ടെ. തൂക്കിക്കൊല്ല്. മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. ഈ മനസ്സും ശരീരവും പ്രാണനുമെല്ലാം ഭാരതമ്മയ്ക്ക് വേണ്ടിയാണ്. എന്റെ ഭാരതത്തിന് വേണ്ടി ഞാൻ ബലിയാകുന്നു. ഭാരത് മാതാ കീ ജയ്. വന്ദേ. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിലൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. സമൂഹ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ദേഹവും ദേഹിയും മറന്ന് ബലിയർപ്പിക്കപ്പെട്ടവരാണ് രക്തസാക്ഷികൾ. പക്ഷേ ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് പരസ്പരം കൊല്ലാനും ചാകാനും വിധിക്കപ്പെട്ട അഭിനവ ഹതഭാഗ്യന്മാരെ നാം എങ്ങനെ രക്തസാക്ഷി എന്ന് വിളിക്കും? ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ രക്തസാക്ഷി എന്ന കവിതയുടെ എഴുതാപ്പുറങ്ങൾ തേടി ഒരു യാത്ര. വയ്യ, എനിക്കിനി നടക്കാൻ വയ്യ. നമുക്ക് തിരികെ പോകാം ഉണ്ണിയെ. എന്താണേത്? എന്റെ സ്വപ്ന അമ്മയ്ക്ക് കാഴ്ച തിരികെ കിട്ടാന്നുള്ളത്. എങ്ങനെയും നമുക്ക് ആശുപത്രിയിൽ എത്തണം. നടക്കമ്മേ. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. നീ എവിടെയെങ്കിലും കുറച്ച് വെള്ളം വാങ്ങിയിട്ട് വാ. ജീവന് കൊതിയുള്ള ആരെങ്കിലും ഈ ഹർത്താലിന്റെ അന്ന് കട നോക്കുമോ അമ്മേ? അമ്മ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇന്നലെ നാം പറഞ്ഞുറപ്പിച്ചതുപോലെ ആയിരിക്കണം കാര്യങ്ങൾ നീങ്ങേണ്ടത്. ഒരൊറ്റ വണ്ടി പോലും തിരുത്തിലിറങ്ങരുത്. കടകളും മറ്റ് സ്ഥാപനങ്ങളും ഒരു കാരണവശാലും തുറക്കരുത്. ഞങ്ങൾക്ക് അറിയാൻ നേരം എന്ത് ചെയ്യണമെന്ന്. ഇതാ ഈ കടയിൽ കിടന്ന മനോജ് പിടഞ്ഞു മരിച്ചത് അവന് വേണ്ടിയുള്ള ഹർത്താലാകുമ്പോൾ ജനജീവിതം സ്ഥാപിപ്പിക്കും. അവർ നമ്മൾ നാല് പ്രവർത്തിക്കുക വെട്ടി മുറുക്കി പോന്നത്. ഈ ഹർത്താൽ നമുക്ക് മറികടക്കണം. വഴിയാരെ കണ്ടാലും തട്ടിക്കണം. അവൻ പടിഞ്ഞാറിലെ സുഖനല്ലേ? വെച്ചേക്കരുത്. വെട്ടവന് കാണുമാറി. ഇത് സുഖനല്ല. രക്ഷപ്പെട്ടോ? ആര് പേടിച്ചാണ് തകർക്കുന്നത്? ഹർത്താലുകാരൻ ചോരപ്പുഴയാക്കവിടെ ആയുധം എടുത്ത് വരണടാ. അമ്മ ആര് കെട്ടുന്നു? ഇത് നമ്മുടെ രാഘവ വീട്ടിന്റെ മകനല്ലേ നേതാവേ? ജീവനുണ്ട്. എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാ രക്ഷപ്പെടും. വേണ്ട, അവൻ രക്ഷപ്പെടണ്ട. അവൻ മരിക്കുന്നത് നമ്മുടെ പാർട്ടിക്ക് മുതൽ കൂട്ടാം. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് 2 കാലം നഷ്ടപ്പെടുത്തിയ രാഘവേട്ടൻ മകനായവൻ. നീ കണ്ടില്ലേ? കണ്ണു കാണാൻ പോലും കഴിയാതെ അല്ലറ വിളിച്ച് കഴിഞ്ഞപ്പോ വാങ്ങിയെടുക്കിയേ. ഇവർ നമ്മുടെ പാർട്ടിക്ക് തെറ്റാ ചെയ്തത്. മനോഹര, ഇത്രയും കാലം പാർട്ടിയുടെ പിന്നാലെ കൊടി പിടിച്ച് നടന്നിട്ട് രാഷ്ട്രീയം പഠിച്ചില്ലെന്നൊക്കെ. ഇവിടെ നാം രാഷ്ട്രീയം കളിക്കണം. രക്തസാക്ഷികളുടെ എണ്ണം കൂടുന്തോറും നമ്മുടെ കൂടും. നാളിന്റെ ശവം വെച്ച് നമ്മൾ ഒരു പ്രകടനം നടത്തും. ഇവൻ നമ്മുടെ രക്തസാക്ഷിയല്ലേ? രക്തസാക്ഷി ഉണ്ണി. മോനെ 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 കണ്ണു തുറന്ന് അച്ഛനോടൊന്ന് സംസാരിക്കടാ. ഭവാനി ഭവാനി നമ്മുടെ മോൻ. രാഘവേട്ടൻ വിഷമിക്കരുത്. ഇത് ചേട്ടന്റെ മാത്രം ദുഃഖമല്ല, പാർട്ടിയുടെ ദുഃഖം. ഇവനെ കുറിച്ച് ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. ഇവൻ നമ്മുടെ നാടിന്റെ ധീരനായ രക്തസാക്ഷിയാണ്. രക്തസാക്ഷി. ആരാ രക്തസാക്ഷി? ഇവൻ ഞങ്ങളുടെ സ്വന്തം, ഞങ്ങളുടെ മാത്രം. പിടിച്ച രാഷ്ട്രീയക്കാർ നാട് മുഴുവൻ കൊന്നൊടുക്കുന്നവരെ രക്തസാക്ഷികളാകും. രണ്ടൊന്ന് തുടങ്ങുമ്പോഴേ പാട് പോപ്പ് കൊടുത്ത് കൊല്ലാൻ വിടുന്നത് നിങ്ങളൊക്കെ. എന്റെ പൊന്നു മോനെ, അമ്മയ്ക്ക് ഇനി ആരുണ്ടടാ? ഒന്ന് കണ്ണു തുറക്കടാ. എവിടെയാ രാഷ്ട്രീയക്കാര്? എല്ലാരും വന്ന് വെട്ടി മുറിച്ച് തിന്നു എന്റെ മോനെ. എവിടെ? മനുഷ്യർക്ക് ജീവിക്കാനല്ല മതവും രാഷ്ട്രീയം, മനുഷ്യരെ കൊല്ലാനാ. ഓരോ കുഞ്ഞും വളർന്നു വലുതാകുമ്പോൾ അമ്മമാരുടെ നെഞ്ചിൽ തീയാ. കൊന്നും കൊല വിളിച്ചും രക്തസാക്ഷികൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷേ നമ്മുടെ മക്കളുടെ ജീവൻ തിരിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റോ? അമ്മമാരെ,
നിങ്ങളുടെ മക്കൾ വളരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിങ്ങളുടെ മക്കൾ വളരണ്ട, വലുതാവണ്ട എന്നുമെന്ന് പിച്ച വെച്ച് കൊച്ചരിപ്പലകൾ കാട്ടിച്ചിരിക്കുന്ന കുരുന്നുകളായിരുന്ന മതി. ഞങ്ങൾക്ക് അവര് ജീവനോടെങ്കിലും കാണാലോ, ഞങ്ങൾക്ക് അവര് ജീവനോടെങ്കിലും കാണാലോ. ഉണ്ണി, എന്റെ പൊന്നു മോനെ. നന്ദി, നമസ്കാരം.